ഇതിലെ ആദ്യത്തെ സിനിമ ആ വർഷത്തെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഈ സിനിമ അന്നൊരു വൻ വിജയമൊന്നുമല്ല, പക്ഷെ നല്ലൊരു സിനിമയാണ്. നമുക്കറിയാം പ്രിയദർശന്റെ സംവിധാനം, ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ്, ഒരു വളരെ നല്ലൊരു പാവം ക്യാരക്ടറാണ് മോഹൻലാലിന്റെ. ഇപ്പൊ ഇതിനെക്കുറിച്ച് ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നു. ആ ഒരു സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 2 ദിവസം മുമ്പ് വരെ പ്ലാൻ ചെയ്തിരുന്നത് ശ്രീനിവാസന്റെ റോള് മോഹൻലാൽ, മറ്റേ റോള് ശ്രീനിവാസൻ ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് മോഹൻലാലിന് എന്തോ അവർ നെഗറ്റീവ് ടച്ചുള്ള ഒരു വേഷം ചെയ്യാൻ താല്പര്യക്കുറവുണ്ടായതുകൊണ്ട് അവർ നേരെ അത് ഉൾട്ടയടിച്ചതാണ്. അങ്ങനെയാണ് ശ്രീനിവാസൻ അവർ തരികൾ റോൾ ചെയ്തത്, ആ ഒരു പാവം റോള് മോഹൻലാൽ ചെയ്തത്. നല്ലൊരു സിനിമയായിരുന്നു, മോശമൊന്നുമല്ല. പക്ഷെ ഒരു വലിയൊരു സൂപ്പർ ഹിറ്റുകളിലേക്ക് ആ സിനിമ പോയില്ല എന്നുള്ളതാണ്. അടുത്ത സിനിമ മോഹൻലാൽ ഒരു ഗസ്റ്റ് റോൾ വന്നിട്ടുള്ള സിനിമയാണ്. മോഹൻലാലായിട്ട് തന്നെ വന്ന സിനിമയാണ് മനുവങ്കിൾ. ആ ഒരു സിനിമയും എൻ്റെ ഫേവറേറ്റ് സിനിമയാണ്. അതിൽ മോഹൻലാലിന്റെ ഒരു കഥാപാത്രം നമുക്കറിയാം. അത് മോഹൻലാൽ ഒരുപാട് അതിഥി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മനുവങ്കലിനോട് ഒരു പ്രത്യേക ഒരു സ്നേഹം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു 90s കിഡ്സിനൊക്കെ ഉണ്ടാവും. ആ ഒരു സിനിമ ഏറ്റവും കൂടുതൽ 90s കിഡ്സ് അന്ന് അവരുടെ കുട്ടിക്കാലത്തായിരിക്കും ആ സിനിമ ടിവിയിലും കാസറ്റും കണ്ടിട്ടുള്ളത്. ഞാനൊക്കെ ഒരു കാസറ്റ് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ഇതുപോലെ നമ്മളും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ മോഹൻലാൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർതാരം നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നു, നമുക്ക് വേണ്ടി ബില്ല് കൊടുക്കുന്നു എന്നൊക്കെ അന്നത്തെ ഒരു 3 വയസ്സ് അല്ല 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുള്ളതാണ്. എന്തായാലും മനുവങ്കിൾ ഒരു ഹിറ്റ് സിനിമ തന്നെയായിരുന്നു. അതൊരു മോഹൻലാൽ സിനിമ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മോഹൻലാലിനും അതൊരു ഗുണം ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയാം. പിന്നെ അടുത്തൊരു സിനിമ അയിത്തം എന്ന സിനിമയാണ്. ഇത് വളരെ ഒരു സീരിയസ് സിനിമയാണ്. വേണുനാഗവള്ളി, സുഗമോദേവിയും സർവകലാശാലയൊക്കെ കഴിഞ്ഞ് മോഹൻലാലിനെ നായകനാക്കിയിട്ട് വേണുനാഗവള്ളി ചെയ്ത സിനിമയാണ്. ഇത് അംബികയും രാധയും അവർ രണ്ടുപേരും കൂടിയാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവർ അഭിനയിച്ചിട്ടുണ്ട്. സുകുമാരൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിനിമ, വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമയല്ല, പക്ഷെ നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഓർക്കാപ്പുറത്ത് എൻ്റെ വേറൊരു ഫേവറേറ്റ് സിനിമ, കമൽ ഡയറക്ടർ സിനിമ, രഞ്ജിത്തിന്റെ കഥയാണ്. ആ ഒരു സിനിമയുടെ പിന്നമ്പുറ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അത് ഇവർക്ക് ഒരു സെക്കൻഡ് ഹാഫും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അവസാനം പ്രിയദർശൻ ഒരു ഐഡിയ പറയുന്നു, അങ്ങനെ അതൊന്നും ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നു. എന്തായാലും മോഹൻലാലും നെടുമുടി വേണും അച്ഛനും മകനായിട്ടുള്ള അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ആ വർഷത്തെ വിഷുവിനാണ് റിലീസായിരിക്കുന്നത്. അത്യാവശ്യം ഓടിയൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നുണ്ട് ചില സെന്റേഴ്സിൽ ആ സിനിമ 100 ദിവസം ഓടിയിട്ടുണ്ട്. വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ തരക്കേടില്ലാതെ കുറേ സെന്റേഴ്സിൽ 100 ദിവസത്തോളം ഓടിയിട്ടുണ്ട്. ആ വിഷു സീസണിൽ നല്ല പോലെ കളക്ട് ചെയ്തിട്ടുള്ള എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. ഞാൻ ഇപ്പോഴും പലപ്പോഴും ആ ഒരു സിനിമ ഇടയ്ക്കായിട്ട് സീൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാണാറില്ല. ഇന്നസെന്റിന്റെ ഒരു ക്യാരക്ടർ നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. മോഹൻലാൽ നെടുമുടി വേണും പൂണ്ട് വിളയാടിയിട്ടുള്ള ഒരു സിനിമ, അതാണ് ഓർക്കാപ്പുറത്ത്. അടുത്ത സിനിമ പാദമുദ്ര. ഈ ഒരു സിനിമ ആർ സുകുമാരൻ എന്ന ഡയറക്ടറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സീരിയസ് സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. ആർ സുകുമാരന്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അത്തരത്തിലുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. ഇതിൽ മോഹൻലാൽ ഒരു ഡബിൾ റോൾ, ഒരു അച്ഛനും മകനും എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ എന്ന നടന് വളരെയധികം ഗുണം ചെയ്തേക്കുകയും നല്ല പേരെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു പാദമുദ്ര. പിന്നെ അടുത്ത സിനിമ പട്ടണപ്രവേശം. 87-ൽ സൂപ്പർ ഹിറ്റായ ബ്ലോക്ക് ബസ്റ്ററായ സിനിമയാണ് നാടോടിക്കാറ്റ്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് അത് ചെയ്തത്. നാടോടിക്കാറ്റ് പോലെ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷേ പട്ടണപ്രവേശം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു നാടോടിക്കാറ്റിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ വീണ്ടും ദാസനും വിജയനും പൂണ്ട് വിളയാടിയിട്ടുള്ള ഒരു സിനിമ. അടുത്ത സിനിമ 88 ഓണത്തിന് ഇറങ്ങി. ആ ഓണം തൂക്കിയ ഒരു സിനിമയാണ്. ഓണത്തിന് 2 വലിയ സൂപ്പർ ഹിറ്റ് ഉണ്ടായിരുന്ന, ഒന്ന് വൈശാലി, മറ്റൊരു സിനിമ പ്രിയദർശന്റെ ആര്യൻ. അത് ടി ദാമോദരന്റെ സ്ക്രിപ്റ്റ്, ബോംബെയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആര്യനെ കുറിച്ചും വേറെ ചില എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷൻ മൂഡിലുള്ള സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ഒരു ടി ദാമോദരന്റെ സ്ക്രിപ്റ്റ് നമുക്കറിയാം, അതൊരു ഭയങ്കര ലെങ്തി ആയിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ പറയാറുണ്ട്. അത് ആര്യനായിക്കോട്ടെ അദ്വൈത ആയിക്കോട്ടെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ആര്യനും നല്ലൊരു സിനിമ തന്നെയാണ്. മോഹൻലാൽ നല്ല തകർത്തിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ക്ലൈമാക്സ് സീക്വൻസും കാര്യങ്ങളൊക്കെ മോഹൻലാൽ അതിഗംഭീരമായിട്ടുള്ള ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു. ആര്യം പോലെ തന്നെയാണ് അദ്വൈതം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ ഒരു പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു. കാരണം 2-3 മുഖങ്ങൾ ആ സിനിമയിൽ. ആര്യനിലാണെങ്കിൽ ഒരു പാവപ്പെട്ട കഥാപാത്രവും പിന്നീട് ഒരു അണ്ടർവേൾഡ് ആ ഒരു അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറായി മാറുന്നതും അതിൻ്റെ ഒരു ചേഞ്ചൊക്കെ മോഹൻലാൽ എന്ന നടന്റെ കഴിവ് നമുക്ക് വളരെയധികം പ്രകടമാകുന്ന ഒരു സിനിമ തന്നെയാണ് ആര്യ. അടുത്ത സിനിമ ഐ.വി. ശശിയുടെ സിനിമയാണ് അനുരാഗി. അത് എഴുതിയിട്ടുള്ളത് എ ഷെറീഫാണ്. അതിന്റെ ഡയലോഗ്സ് ചെയ്തിരിക്കുന്നത് ഐ.വി. ശശി തന്നെയാണ് സ്ക്രീൻ പ്ലേ. ഈ സിനിമ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുള്ളത്, അന്ന് ടി വിയിലൊന്നും വന്നു കഴിഞ്ഞപ്പോൾ അന്നൊന്നും പിന്നെ വീട്ടുകാരൊന്നും ആ സിനിമ കാണാൻ സമ്മതിച്ചിട്ടില്ല. കാരണം അന്ന് കുട്ടികൾ കാണേണ്ട സിനിമയല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ എനിക്ക് അതിൻ്റെ എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിലും അതിൻ്റെ ഒരു പേരും അതിൻ്റെ ഒരു സബ്ജക്റ്റും ഒക്കെ വെച്ചിട്ട് അതിൽ ഉർവശി, രമ്യ കൃഷ്ണൻ അവർ രണ്ടുപേരാണ് നായികന്മാരായിട്ടുള്ളത്. അതിൽ ഞാൻ കുറേ മുമ്പ് പിന്നീട് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ ഉർവശി
മോഹൻലാലിന്റെ ഭാര്യയാണ് ഉർവശിക്ക് എന്തോ ഒരു പ്രാന്താവുന്നതും പിന്നീട് അത് എങ്ങനെയാണ് അതായെന്നുള്ളതിന്റെ ഒരു അങ്ങനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ രമ്യ കൃഷ്ണന്റെ ഒരു ക്യാരക്ടർ വരുന്നു, മോഹൻലാലിന്റെ ഒരു സുഹൃത്തായിട്ട് മാറുന്നു. എനിക്ക് വേഗമായിട്ടുള്ള ഐഡിയ ഉള്ളൂ. സുരേഷ് ഗോപി അതൊരു നെഗറ്റീവ് റോളാണ്, അത്രയും എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു സിനിമ അങ്ങനെ എത്രത്തോളം വിജയമായിരുന്നു എന്നുള്ളത് തന്നെ എനിക്കറിയില്ല. എന്തായാലും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ തരക്കേടില്ലാതെ പോയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. പിന്നെ മൂന്നാം മുറ സിനിമ നമ്മുടെ എന്താ പറയുക, എല്ലാവരുടെയും ഫേവറേറ്റ് സിനിമയായിരിക്കും. എനിക്ക് തോന്നുന്നു അന്നത് എത്രത്തോളം ആ ഒരു സിനിമ ചർച്ചയായിട്ടെന്ന് അറിയില്ല. ഇന്ന് ആ ഒരു സിനിമയിലെ മോഹൻലാലിന്റെ ഒരു കഥാപാത്രത്തെക്കുറിച്ചും ആ ഒരു സിനിമയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. എസ് എൻ സ്വാമിയുടെ ഗംഭീര സ്ക്രിപ്റ്റുകൾ. എസ് എൻ സ്വാമി ആ വർഷം August 1, മൂന്നാം മുറ, അങ്ങനെ കുറച്ച് നല്ല ആക്ഷൻ മൂഡിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്തു തുടങ്ങുന്നൊരു സമയമാണത്. സർവൈലൻസ് ജാക്കിയിൽ തുടങ്ങിയത് 88 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ അത്തരത്തിലുള്ള സിനിമകളുടെ ഒരു പ്രധാന എഴുത്തുകാരനായിട്ട് മാറി. ഇതിൽ ശരിക്ക് മോഹൻലാൽ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് മോഹൻലാലിന്റെ ഒരു കഥാപാത്രം അലി ഇമ്രാൻ വരുന്നുള്ളൂ. പക്ഷെ അതിഗംഭീരമായിട്ട് തന്നെ മോഹൻലാൽ ആ ഒരു റോള് ചെയ്തിട്ടുണ്ട്. സിനിമയും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സിനിമ തന്നെയാണ്. അടുത്ത സിനിമ വീണ്ടും പ്രിയദർശന്റെ സിനിമയാണ്, വെള്ളാനകളുടെ നാട്. അതും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സിനിമയാണ്. ആ ഒരു സിനിമയെക്കുറിച്ചും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട. മണിമ്പിള്ള രാജുവാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മണിമ്പിള്ള രാജു സിനിമയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ശ്രീനിവാസൻ അത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ആ സിനിമ ഷൂട്ട് അടക്കുമ്പോൾ ശ്രീനിവാസൻ പൊന്മുട്ടിടുന്ന താറാവിൽ അഭിനയിക്കാൻ പോകുന്നു. അവിടെ ഇരുന്നുകൊണ്ട് സ്ക്രിപ്റ്റ് ഡെയിലി ലോറിയുടെ ഡ്രൈവർമാരുടെ കയ്യിലോ ബസ്സിലൊക്കെ കൊടുത്തു വിടുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ള സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞതിൽ കുറച്ചധികം തുക ശ്രീനിവാസന് മണിമലജിക്ക് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം നല്ല രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു വെള്ളാനകളുടെ നാട്. പിന്നെ ഉത്സവ പിറ്റേന്ന് ഭരത് ഗോപി ഡയറക്ട് ചെയ്തൊരു സിനിമ. അതൊരു വളരെ ഒരു സീരിയസ് മൂഡുള്ള സിനിമ. ഇപ്പോഴും എനിക്ക് ആ സിനിമയൊന്നും അധികം പിന്നീട് റിപ്പീറ്റ് കാണാൻ തോന്നിയിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ഭയങ്കര അവസാനമൊക്കെ വല്ലാത്തൊരു സങ്കടമുള്ള സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയം ആവാതെ പോയ ഒരു സിനിമയാണ്. പക്ഷെ മോഹൻലാൽ നന്നായി ചെയ്തിട്ടുണ്ട്. വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. സുകുമാരനുണ്ട്, പാർവതിയുണ്ട്, ജയറാമുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു സിനിമ. ആ രീതിയിൽ നമുക്ക് പറയാം, മോഹൻലാലിന്റെ ഒരു മികച്ച കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പഴയ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. ഭരത് ഗോപി എന്ന സംവിധായകനും അന്ന് അടയാളപ്പെടുത്തിയ ഒരു സിനിമ. അദ്ദേഹം പിന്നീട് അധികം അങ്ങനെ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഈ ഒരു സിനിമ മതി ഭരത് ഗോപി എന്ന സംവിധായകനെ ഓർക്കാനായിട്ട്. പിന്നെ അടുത്തതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പേര്, ചിത്രം. 88 ആ ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ സിനിമ. അതിഗംഭീരമായിട്ടുള്ള സിനിമ, ഒന്നും പറയണ്ട. ഈ ഒരു ചരിത്രമായി മാറി. 365 ദിവസം ഓടി എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് പിന്നീട് ഗോഡ് ഫാദർ ആണ് പിന്നീട് ഒരു നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ള ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്ത്. ഗോഡ് ഫാദർ 405 ദിവസം ഓടിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പലപ്പോഴും ഗോഡ് ഫാദറിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്തൊക്കെ അടിയിൽ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഗോഡ് ഫാദർ അല്ല, ചിത്രമാണ് കൂടുതൽ ഓടിയത്, ചിത്രം ആണ് കൂടുതൽ റെഗുലർ ഷോ ഓടിയിട്ടുള്ളത്, ഗോഡ് ഫാദർ റെഗുലർ ഷോ അല്ല ന്യൂൺ ഷോ ആണ് ഓടിയെന്ന് പറയുന്നു. എന്തായാലും അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുക. എന്തായാലും ചിത്രം സിനിമയെക്കുറിച്ച് നമ്മളൊന്നും പറയേണ്ട. ചിത്രത്തിന്റെ പിന്നെ ഒരു ഹിറ്റ് സിനിമ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യുക, അത്തരത്തിലുള്ള സിനിമകൾ പിന്നെ ചെയ്യുക എന്നുള്ള സംവിധായകന് വലിയ വെല്ലുവിളിയാണ്. പ്രിയദർശൻ അങ്ങനെ തന്നെയായിരുന്നു. ചിത്രം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഇറങ്ങിയ സിനിമകളൊന്നും വിചാരിച്ച പോലെ, വന്ദനമാണെങ്കിലും അത് കേട്ട് പിന്നെ അക്കരെ ആണെങ്കിലും ഒന്നും വിചാരിച്ച പോലെ ഇട്ടില്ല. പിന്നെ അങ്ങനെയാണ് പിന്നീട് കിലുക്കത്തിലൂടെ ഒരു വലിയൊരു കംബാക്ക് പ്രിയദർശൻ നടത്തിയിട്ടുള്ളത്. എന്തായാലും 88 എന്ന് പറയുന്ന ഒരു വർഷം മികച്ച വർഷമാണ്. ആ വർഷം മോഹൻലാലിന് ഒരു സ്പെഷ്യൽ അവാർഡ്, കേരള സർക്കാരിന്റെ ഒരു സ്പെഷ്യൽ അവാർഡും ആ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറെ സിനിമകളൊക്കെ കൂടി ചേർന്നിട്ടാണ്, ചിത്രവും പാദമുദ്രയും ആര്യനും, ഇങ്ങനെ എല്ലാ സിനിമകളൊക്കെ കൂടി ചേർന്നിട്ടാണ് മോഹൻലാലിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇതിലെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുള്ള സിനിമകളാണ്. പക്ഷെ അതൊക്കെ പിന്നീട് കാസറ്റോ അല്ലെങ്കിൽ TV-യിലൊക്കെ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം അന്നൊന്നും തിയേറ്ററിൽ പോയി തുടങ്ങിയിട്ടില്ല. ഞാൻ തിയേറ്ററിൽ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത് 89-ൽ കിരീടമാണ് എൻ്റെ ഓർമ്മയിൽ. നിങ്ങൾ പലരും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ കണ്ട അന്നത്തെ ഓർമ്മകൾ നമുക്ക് കമന്റ് ചെയ്യുക.